മറ്റ് ശ്രേഷ്ഠ വൈദികരെ, പ്രിയ ബാബുവിൻ്റെ വേർപാടിനോടനുബന്ധിച്ച് ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കാളികളാകാൻ ഇവിടെ വന്ന ദേശത്തും വിദേശത്തുമായി വസിക്കുന്ന മുഴുവൻ ആളുകൾക്ക് 26 വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ ശ്രേഷ്ഠ സഹോദരൻ്റെ വേർപാടിന് വന്നവരുടെ നന്ദി പറയുന്ന ചുമതല 70 വയസ്സ് പൂർത്തീകരിച്ച ഈ ജ്യേഷ്ഠ സഹോദരനുണ്ടായതിൻ്റെ ഔചിത്യത്തെ ചോദ്യം ചെയ്യുവാൻ നമുക്ക് അവകാശമുണ്ട്. ഒരു പക്ഷേ ഇത് മറിച്ചായിരുന്നെങ്കിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുമായിരുന്നു. കാരണം ചെന്ന് കണ്ട് ബന്ധപ്പെട്ടവരോടൊക്കെ ഹൃദയത്തിൽ ഒരു കയ്യൊപ്പിട്ടതിന് ശേഷമാണ് എൻ്റെ പ്രിയപ്പെട്ട ബാബു ഈ ലോകത്ത് നിന്ന് കടന്നുപോയത് എന്നും ഈ വേർപാടുകളിലൂടെ കടന്നു വന്ന ജനങ്ങളൊക്കെയും സാക്ഷിയാണ്. എനിക്ക് ഞാൻ ശ്രേഷ്ഠ സഹോദരൻ എന്നും പറഞ്ഞത് ഒരു ചന്തത്തിന് വേണ്ടി. എനിക്കേറെ സഹോദരൻ, എന്നാലും എല്ലാവരും ശ്രേഷ്ഠനാണ് ഈ ബാബു എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മരിക്കുന്നത് ഒരാഴ്ചയ്ക്ക് മുമ്പും എന്നെ വിളിച്ച് എൻ്റെ ആരോഗ്യസ്ഥിതി അന്വേഷിച്ചു. സഹോദരനാണ് ബാബു. മറ്റുള്ള പലരും മാറി നിൽക്കുന്നു. ഈ പ്രിയപ്പെട്ട ആരോഗ്യമായി കടമകൾ വിസ്മരിക്കുവാൻ ജീവിച്ച ലോകത്തുള്ള കടമകൾ ഞാൻ പറഞ്ഞല്ലോ. എല്ലാവരുടെയും ഹൃദയത്തിൽ കൈവിട്ടിട്ട് കടന്നുപോയ ഈ പ്രിയപ്പെട്ടവരുടെ വേർപാട് അന്വേഷിച്ചുകൊണ്ട് അനേക ആളുകൾ കടന്നു. ഇപ്പോഴും അമേരിക്കയിൽ നിന്ന് വിളിച്ചു നിർത്തിയതേ ഒരു 5-6 കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ, സഹോദരങ്ങൾ, വിവരങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ അറിയിക്കണം. ഗൾഫിൽ അതുപോലെ നമ്മുടെ വലിയ ഇപ്പോൾ ചക്രിയാസ്ഥ, അതുപോലെ അതുപോലെ എല്ലാ തലങ്ങളിലുമുള്ള ഒട്ടനവധി പ്രിയപ്പെട്ടവരെ കുറിച്ച് നന്ദിയുള്ളവരായി ഞങ്ങൾ കടമപ്പെട്ടവരാണ്. ഇതൊക്കെയും ഞങ്ങളുടെ ബാബുവിൻ്റെ ധന്യമായ ജീവിതത്തിൽ സവിശേഷതയാണ് ഞങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ്, ആദരമാണ്. ഈ പ്രിയപ്പെട്ട സഹോദരൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഞങ്ങളെ ജീവിക്കുവാൻ കടമപ്പെട്ടവരാണ്. ഒത്തിരി ആളുകളുണ്ട്, പറഞ്ഞാൽ തീരത്തില്ല. 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ ബാബുവിന് അസുഖം ചികിത്സിച്ചവർ, ശുശ്രൂഷിച്ചവർ, വന്നുകിട്ടവർ, ആശ്വസിപ്പിച്ചവർ എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. ഇതിൻ്റെ ഞാൻ ഈ പ്രിയപ്പെട്ട ബാബുവിൻ്റെ മാതാവിൻ്റെ മൂത്ത സഹോദരിയുടെ മകനാണ്. എൻ്റെ അമ്മയ്ക്ക് പറക്കാതെ പോയ എൻ്റെ